നമ്മൾ കേട്ടിട്ടില്ലേ, സ്ത്രീത്വം അല്ലെങ്കിൽ പുരുഷത്വം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് സ്ത്രീകൾക്ക് ഒരു സ്ത്രൈണഭാവം, അതായത് ഒരു ഒരു എന്താ പറയണേ, കരുണ, ദയ, സ്നേഹം, വാത്സല്യം, ഇതെല്ലാം സ്ത്രീകൾക്കുണ്ടായിരിക്കും. ആ സമയത്ത് പുരുഷന്മാർക്ക് പൗരുഷം, അതായത് എല്ലാം ചെയ്യാനുള്ള ഒരു എടുത്തു ചാടാനൊക്കെയുള്ള ഒരു കഴിവ്, അതായത് എന്തും വെട്ടി തുറന്ന് പറയുക, അല്ലെങ്കിൽ ഒരു ധൈര്യം, പേടിയില്ലായ്ക ഒക്കെ പുരുഷന്മാരിലുണ്ടാകും. അത് നല്ല മസിൽ പവറും ഒക്കെ കാണും അല്ലേ? ആ സമയത്ത് സ്ത്രീകൾ ഭയങ്കര പതുങ്ങി ഒരു പാവം പിടിച്ച രീതിയിൽ ഒക്കെ ഉള്ള സ്വഭാവമായിരിക്കും. പക്ഷെ ഇത് രണ്ടും ഒരാളുടെ സ്ഥിരം സ്ത്രീത്വം ഉണ്ടായിരിക്കുകയും ഒരാൾ പുരുഷത്വം കൂടിയിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് പുരുഷന്മാരായിട്ട് പൗരുഷത്തോടു കൂടി തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിലും കൊള്ളില്ല എന്നാ പറയുന്നത്. സ്ത്രീത്വം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു, അതായത് ഫെമിനിയർ എനർജിയും മസ്കുലർ എനർജി എന്നൊക്കെയാണ് പറയുന്നത്. അത് രണ്ടും സ്ത്രീകളിൽ ഇങ്ങനെ ഈ സ്ത്രീത്വം കൂടുതലായിട്ടിരുന്നാലും കൊള്ളില്ല എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ആയിരിക്കണം അവരുടെ ജീവിതം എന്നാണ് പറയുന്നത്. എന്നാൽ ചില സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടില്ലേ, ഒറ്റയ്ക്ക് ജീവിക്കാനും ഒരു പേടിയില്ല. കാരണം അവരുടെ സാഹചര്യം കൊണ്ട് അവർ ഭയങ്കര ധൈര്യം സംഭരിച്ച് എല്ലാ കാര്യങ്ങളും എന്നാ പെട്ടെന്ന് തുണ്ടൻ രണ്ട് എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന സ്ത്രീകളുണ്ട്. അവരുടെ ആ പുരുഷത്വം ഇച്ചിരി കൂടുതലായിരിക്കും. അതായത് ഇപ്പം നമ്മൾ വലിയ വലിയ ചരിത്രങ്ങളൊക്കെ എടുക്കുക, ഝാൻസി റാണി, ഫുലൻ ദേവി എന്നൊക്കെ പറയുന്നവർക്ക് ഭയങ്കര പവറല്ലേ ഉള്ളത്. അവർക്ക് എന്തും നേരിടാൻ ഒന്നും ഒരു മടിയില്ല. അവർ തന്നെ താമസിക്കാനോ വനത്തിൽ പോകാനോ ചില നമ്മൾ പെൺപിള്ളേരെ കാണാമല്ലോ, ഒരു പാറ്റേനെ കണ്ടാൽ പോലും പേടിച്ച്. കാരണം പെണ്ണുങ്ങൾ ചിലർ വലിയ മൂർഖം പാമ്പിന് വരെ തല്ലിക്കൊള്ളണം, അതിനെ വാലയെ പിടിച്ച് വലിച്ചോണ്ട് നടക്കണം ഒക്കെ പെണ്ണുങ്ങൾ കാണാമല്ലേ. അപ്പം അങ്ങനെ ഒരു ധൈര്യം സ്ത്രീകൾക്ക് ചിലർക്കുണ്ടാകും. അത് ഈ പുരുഷത്വം കൂടിയിരിക്കുന്ന സമയത്താണ്. അവർക്ക് അതാണത് കൂടുതൽ. ആ സമയത്ത് ആണുങ്ങൾക്ക് ഇതുപോലെയുണ്ട്, പെണ്ണുങ്ങളുടെ ഭാവം സ്ത്രീത്വം കൂടിയിരിക്കുമ്പോഴാണ് ഈ ചാന്തുപൊട്ട എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ പെട്ടെന്ന് കരയുക, അതേപോലെ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാനൊക്കെ ഒരു മടി വരിക, അതേപോലെ ഭയങ്കര ലാളന, സ്നേഹം, ഇങ്ങനെ ഈ കൊഞ്ചിരിക്കണ ആൺപിള്ളേരെ കണ്ടിട്ടില്ലേ, അത് അവർക്ക് കൂടിപ്പോകണം. അതായത് എന്നാ പറയണേ, ഭയങ്കര സ്നേഹം കാണിച്ചിട്ട് ഇങ്ങനെ ചാഞ്ഞു ഇങ്ങനെ കൊഞ്ചി, അത് ഒത്തിരി കൂടി പോകുമ്പോൾ അതും ദോഷമാണ്. അപ്പം ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകണം, എന്നാലേ ഒരു നല്ല വ്യക്തിത്വമായിട്ട് വരികയുള്ളൂ എന്നാണ് വലിയ ശാസ്ത്രം അറിയാവുന്ന ഇങ്ങനെ മനഃശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നത്. അപ്പം ഞാനതൊരു ഇതിൽ വായിച്ചപ്പോൾ എനിക്ക് ഇതിനൊരു വീഡിയോ ചെയ്യാമെന്ന് തോന്നി. അപ്പം നമ്മൾ ഇതിനെ തുല്യമായിട്ട് കൊണ്ടുനടക്കാൻ ശ്രമിക്കണം. അത് നമ്മുടെ സ്ത്രീത്വം ആണെങ്കിൽ നമ്മൾ ഇച്ചിരി കരുണയും ഒക്കെ സ്നേഹവും ഒക്കെ ഉള്ളവരാണെങ്കിൽ മാത്രമേ ഒരു പുരുഷന്റെ കൂടെ താമസിക്കുമ്പോൾ നമ്മൾ അവരെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളെ പുരുഷന്റെ അത്രയും തന്നെ ഒരു പൗരുഷം നമ്മളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ എങ്ങോട്ട് ചില സ്ത്രീകൾ നിങ്ങൾ എങ്ങോട്ടായി പോകുന്നേ എന്നിങ്ങനെ ചോദിക്കില്ലേ. അപ്പം അത് സ്ത്രീത്വം വരുമ്പോൾ സ്ത്രീ ചോദിക്കും, എങ്ങോട്ടാ പോകുന്നത്, എങ്ങോട്ടെങ്കിലും പോവുകയാണോ എന്നിങ്ങനെ ഇച്ചിരി കൂടെ സൗമ്യമായിട്ട് ഇങ്ങനെ ചോദിക്കും. അതാണ് ഇതിനകത്ത് വരുന്ന മാറ്റം. അപ്പം നിങ്ങൾ എങ്ങോട്ടേ പോകുന്നത്, എന്നും രാവിലെ ഇറങ്ങുവാണല്ലോ എന്നിങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേനും അവിടെ രണ്ടുപേരും കൂടി ഒരു യുദ്ധത്തിന് തുടക്കം ഇടുക ചെയ്യുന്നത്. അപ്പം ഇത് ബാലൻസ് ചെയ്ത് കുടുംബജീവിതത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ചില പിള്ളേർ ഒക്കെ കാണാമല്ലേ, പൊട്ടൊന്നും കുത്തില്ല, വലിയ മേക്കപ്പ് ഒന്നും ചെയ്യില്ല, എല്ലാ കാര്യത്തിലും ഇങ്ങനെ അലസതയോടുകൂടി ഭയങ്കര സ്മാർട്ടാണ് താനും, എല്ലാ കാര്യം നമ്മൾ പറയില്ല ഭയങ്കര സ്മാർട്ട്, അവളെല്ലാ കാര്യവും ചെയ്യും, ഏത് മരത്തെ കയറണമെങ്കിലും കയറും, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അതങ്ങനെ വരുന്നവരുടെ സാഹചര്യങ്ങൾ കൊണ്ടും കൂടെ കേട്ടോ. ചിലർ സ്ട്രോങ് ആയിട്ട് വരുന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ അവർ സ്ട്രോങ് ആയി വരും. അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മുടെ അച്ഛൻ സ്ഥലത്തില്ല എങ്കിൽ, ഒരു അമ്മയും മോളും മാത്രം ഉള്ളെങ്കിൽ ആ ഓട്ടോമാറ്റിക്കായിട്ടും ആ മോള് നല്ല സ്ട്രോങ് ആയിട്ട് വരും. അമ്മേനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവൾക്കൊരു ഭയങ്കര മനസ്സായിരിക്കും. ആ സമയത്ത് എന്നാ പറയുന്നത്, അച്ഛൻ്റെ കീഴിലാണ് വളരെയെങ്കിൽ അവള് കൊഞ്ചിപ്പിള്ളയായിട്ട് ഇങ്ങനെ വളർന്നു പോകും. അത് പിന്നെ ചില പെൺപിള്ളേർ ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വരുന്നവരും ഉണ്ട്. അവരെല്ലാ കാര്യങ്ങളും ചെയ്യും, ഓരോയിടത്തും ആരുടെയും സഹായമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അവളെല്ലാം ചെയ്യാം എന്നുള്ള രീതിയിൽ. ആൺപിള്ളേർ ചിലരുണ്ട്, ഈ അമ്മയുടെ കൂടെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ കൂടെ തന്നെ നടക്കും.
അത് അങ്ങനെ എന്നാന്ന് പറയണത് എന്ത് കാര്യത്തിനും അമ്മയുടെ കൂടെയുള്ള വീട് വിട്ടൊരിടത്ത് താമസിക്കില്ല, അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കൂട്ട് എപ്പോഴും വേണം, പുറത്ത് പോകണമെങ്കിലും ഒക്കെ കൂടെ തന്നെ പോവില്ല, ഇങ്ങനെയൊക്കെ. അപ്പം നമ്മളൊരു കാര്യം ചെയ്യണം, നമ്മളിങ്ങനെയുള്ള ആൺപിള്ളേരെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ മാറ്റി വിടുക, ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവനെ മാറ്റി നിർത്താൻ ചെയ്യണം. പെൺപിള്ളേരെ ആണെങ്കിലും ഓവറായിട്ട് സ്മാർട്ടാകുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. വീട്ടിലെ പണിയൊക്കെ നമ്മൾ പറയും നല്ലതാന്ന് പറഞ്ഞാലും ചില പെൺപിള്ളേരുണ്ട് ഭയങ്കര ധിക്കാരികളായിട്ട് മാറുകയും ചെയ്യും. അപ്പം നമ്മൾ പറയും അഹങ്കാരികളാന്ന് പറയുകയും ചെയ്യും, ഇല്ലേ? അപ്പം അതിനൊരു ചെറിയ ഒരു നമ്മൾ ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മുടെ വീട്ടിലെ അത്യാവശ്യം പണികളെല്ലാം ചെയ്ത് ഇച്ചിരി ഒരു ഇതിലൂടെ ജീവിക്കാൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അത് അമ്മമാർക്കേ പറ്റുള്ളൂ. ആൺപിള്ളേരുടെ കാര്യങ്ങളാണെങ്കിൽ അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കുക, അച്ഛനും പറഞ്ഞു കൊടുക്കുക. പെൺപിള്ളേരുടെ കാര്യമാണ് അങ്ങനെ തന്നെ കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരിലുള്ള ആ സ്വഭാവം ഒന്ന് മാറ്റിയെടുക്കണം. കാരണം വേറൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇവർ ഈ സ്വഭാവം ഒത്തിരി ബുദ്ധിമുട്ട്, ഇവർക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും കാണാത്തൊരു സ്വഭാവം വരും. ആൺകുട്ടികൾ പെൺപിള്ളേരുടെ സ്വഭാവമാണ് എൻ്റെ പറ്റും എല്ലാ കാര്യത്തിനും കിഴിഞ്ഞ് അമ്മയോടോ അല്ലെങ്കിൽ ഭാര്യയോടോ ഇങ്ങനെ അങ്ങോട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റിൽ ഇരിക്കുകയും ചെയ്യും. എന്തും അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെയാണ്, അല്ലേ? അപ്പം അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കണം. പെൺപിള്ളേർ വീട്ടിലെ പണികളൊക്കെ എടുക്കുക, അതേപോലെ എല്ലാം എന്നാ പറയണേ നടത്തത്തിലും എടുപ്പിലും ഒക്കെ ഒന്ന് ഒരുങ്ങാനും ഒക്കെ ഒന്ന് ശ്രമിച്ചു കഴിയുമ്പോഴത്തേനും നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പതുക്കെ ഇത് വരും എന്നാണ് പറയുന്നത്. അതേപോലെ നന്നായിട്ട് നടക്കാനൊക്കെ ശ്രമിക്കുക, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുക. ചില പെൺപിള്ളേർ ആൺപിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? അതേപോലെ ആൺപിള്ളേർ പെൺപിള്ളേരെ പോലെ കുഞ്ഞിലെ പൊട്ടും കുത്തി കണ്ണു ഒഴിച്ചൊക്കെ നമ്മൾ കുഞ്ഞിലേ കൊണ്ടു നടക്കുവേ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നടത്തരുതെന്നാണ് പറയുന്നത്. അതായത് ഒരു 5 വയസ്സ് വരെയൊക്കെ നമുക്ക് കണ്ണ് കിട്ടാണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ പൊട്ടും കുത്തിയൊക്കെ നമ്മൾ കൊണ്ടു നടക്കും. 5 വയസ്സ് കഴിഞ്ഞ് പെൺപിള്ളേരെ ഡ്രസ്സ് ഇടിപ്പിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ട്. ഇപ്പം എനിക്ക് പെൺകുട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എൻ്റെ മോനെ പെൺകൊച്ചായിട്ടാണ് വളർത്തണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു മണ്ണുണ്ണി സ്വഭാവമായിട്ടാണ് ആൺകൊച്ച് മാറുകയും ചെയ്യും. ചില അപൂർവം ആൺപിള്ളേർ കേട്ടോ. അങ്ങനെ ഒത്തിരി പേരെ എനിക്ക് അറിയാവുന്നതുണ്ട്. അങ്ങനെ ഒരു പെൺകൊച്ചിനെ പോലെ, ഒരു പെൺകൊച്ചില്ല എന്ന് പറഞ്ഞിട്ട് പെൺകൊച്ചിനെ പോലെ വളർത്തിയ ഒരു ആൺകൊച്ച് പ്രായമായപ്പോഴും അവൻ അങ്ങനത്തെ ഒരു തരം ഈ നഖത്തേലൊക്കെ ഇതൊക്കെ ഇട്ട് നൈൽ പോളിഷൊക്കെ ഇട്ട് അതേപോലെ ചുമ്മാ ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെയായി പോകാൻ സാധ്യതയുള്ള കുറേ ആഭരണങ്ങളും ഒക്കെ ഇട്ട് നടക്കുന്ന രീതിയിലേക്ക്. അപ്പം നമ്മൾ അങ്ങനെയൊന്നും പെണ്ണാണെന്നും പറഞ്ഞൊന്നും വളർത്താനിട, ആണിനെ ആണായിട്ട് തന്നെ വളർത്തുക, പെണ്ണിനെ പെണ്ണായിട്ട് നടത്തുക. അവരിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള ധിക്കാര ഭാഗങ്ങളൊക്കെ പെൺപിള്ളേരിലുണ്ടാകുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ ഇച്ചിരിയോടെ സ്നേഹമുള്ള ഒരു മനസ്സിനുടമയാക്കി എടുക്കുക. ആൺപിള്ളേരാണ് ഈ പെണ്ണുങ്ങളുടെ സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുക. അവരെ സ്വയം എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ തന്നെ താമസിക്കാനോ എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ ചെയ്യാനോ അവരെ പറഞ്ഞു വിട്ടുക. അവരിങ്ങനെ പോയി കറങ്ങിയടിച്ചൊക്കെ വരട്ടെ എന്ന് വെക്കുക, അമ്മയുടെ ചിറകിൽ തന്നെ ഇരിക്കാതെ. അങ്ങനെയൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തണം. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പം ഞാനൊരു പുസ്തകത്തിൽ വായിച്ച, അപ്പോൾ നിങ്ങളോട് പറയണം എന്നോർത്ത്. ഇങ്ങനെ ഒത്തിരി പേരുണ്ടെന്നാണ് പറയുന്നത്. ഈ ഭയങ്കര ധിക്കാരികളായിട്ട് വളരുന്ന പെൺപിള്ളേരുമുണ്ട്. ചില പെൺപിള്ളേരൊക്കെ ചിലയിടത്ത് നിന്ന് പ്രസംഗിക്കണമൊക്കെ ഭയങ്കര ഘോരം പ്രസംഗിക്കണമൊക്കെ കേൾക്കാൻ പാടില്ലേ. അത് ഈ മസ്കുലർ എനർജി കൂടുതലായിട്ട് വരുന്ന പെൺപിള്ളേരാണ്. അതേപോലെ ആൺപിള്ളേർ ചില ഈ പതുങ്ങി എല്ലാത്തിനും പേടി, പുറത്തേക്ക് ഇറങ്ങാൻ പേടി, മറ്റുള്ളവരെ കാണുമ്പോൾ പേടി, ഇങ്ങനെ ഈ പേടി എന്നും പറഞ്ഞിരിക്കുകയും ഒരു സ്ഥലത്ത് തന്നെ പോകുക, എന്ത് കാര്യമുണ്ടല്ലോ അമ്മയോടും അച്ഛനോടും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്വഭാവം. പക്ഷെ നല്ല കാര്യങ്ങളാണ് അത് ചോദിക്കണേ എങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിന് പേടിയോടുകൂടി മറ്റുള്ളവരെ ഇങ്ങനെ ആരെങ്കിലും വരുമ്പോൾ ഒരു നാണം കുടുങ്ങി മാറി നിൽക്കുന്ന സ്വഭാവവും ഒക്കെ ആൺപിള്ളേരിലുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ അതിനെയൊക്കെ മാറ്റിയെടുത്തോണ്ട് വരണം. കാരണം അവർ സമൂഹത്തിലേക്ക് ഇറങ്ങി മറ്റുള്ളവരെ കണ്ട് അവർ വളരേണ്ടതല്ലേ, ഇല്ലേ? സമൂഹത്തിൻ്റെ എല്ലാ തിന്മയും നന്മയും ഒക്കെ മനസ്സിലാക്കണം നമ്മൾ. അത് നമ്മൾ പറഞ്ഞും കൊടുക്കണം. നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ തിന്മയുണ്ട്, ഇങ്ങനെ നന്മയുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞും കൊടുത്ത് വളർത്തണം മക്കളെ. അപ്പം നമ്മൾ അവരെ മനസ്സിലാക്കുകയും ചെയ്യും. അല്ലാതെ നീ ആണായിട്ട് വളർത്തിയാൽ മതി എന്ന് പറഞ്ഞ് പെൺപിള്ളേരെ വളർത്തിയിട്ടുണ്ടെങ്കിൽ പെൺപിള്ളേർ ധിക്കാരികളായിട്ട് ഒരുതരം വർത്താനമൊക്കെ പറയുന്ന പെൺപിള്ളേരായിട്ട് പിന്നെ നമ്മൾ ദുഃഖിച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കും. ഞാൻ ഒത്തിരി നാൾ കൂടിയാണ് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയണത്. അപ്പം എന്നെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അപ്പോൾ വേറൊന്നുമില്ല. അപ്പം ബൈ.